റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചതായും സുരേഷ് ഗോപി. കുവൈറ്റിൽ മരിച്ച മലയാളി സലീമിന്റെ കുടുംബത്തിന് കൈത്താങ്ങുമായി കേരള ബ്രദേഴ്സ് ടാക്സി വെൽഫെയർ അസോസിയേഷൻ. കേരള ബ്രദേഴ്സ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക സലീമിന്റെ കുടുംബത്തിന് കൈമാറി. ഹൃദയാഘാതം മൂലമാണ് കോഴിക്കോട് സ്വദേശി സലീം മരിച്ചത്. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ആരാധനാലയങ്ങളിൽ മോഷണം തുടർക്കഥയാകുന്നതായി പരാതി. ക്ഷേത്ര പരിസരത്തെ ഹൈമാസ് ലൈറ്റുകൾ നാളുകളായി കത്തുന്നില്ലെന്നും നാട്ടുകാർ. കൊല്ലം കുന്നത്തൂരിലുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സ്വകാര്യ ബസിന്റെ അടിയിലേക്ക് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. കോളേജിലേക്ക് പോകും വഴിയായിരുന്നു അപകടം. മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പരിപാടികളുടെ ഭാഗമായി കളക്ടറേറ്റ് അങ്കണത്തിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ സംയുക്തമായി. തൃശൂർ കുട്ടനല്ലൂരിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടിയത് കവിത റോഡിനു സമീപത്തെ വഴിയോര കച്ചവടക്കാരുടെ ഇടത്തിൽ നിന്ന്. കോട്ടയം കുറുപ്പന്തറ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നാദവിസ്മയം തീർത്ത് വിജയ് യേശുദാസ്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച തിരുവുത്സവത്തിന്റെ 5ാം ദിവസമായിരുന്നു സംഗീത സന്ധ്യ. സെപ്റ്റംബർ 7-നാണ് മള്ളിയൂർ വിനായക ചതുർത്ഥി. കോട്ടയം മീനച്ചിലിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ പുഷ്പകൃഷിക്ക് 100 മേനി വിളവ്. പൂക്കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി നിർവഹിച്ചു. ബന്ദിപ്പൂ കൃഷി നടത്തിയത് ഓണം വിപണി ലക്ഷ്യം വെച്ച്. പരിപാടിയിൽ കൃഷി ഓഫീസർ, തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ തൃശൂർ മണലൂർ സ്വദേശികളായ ജിൻ വത്സനും ആൽവിൻ പോൾസനും. ഇരുവരും മത്സരിക്കുന്നത് സെപ്റ്റംബർ 7 മുതൽ 14 വരെ ഡെൻമാർക്കിൽ നടക്കുന്ന വേൾഡ് ഫയർ സർവീസ് ഗെയിംസിലുള്ള ഇന്ത്യൻ ടീം പഞ്ചഗുസ്തി മത്സരത്തിൽ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ മെത്താഫിറ്റാമിനുമായി യുവാവ് പിടിയിലായത് മലപ്പുറം സ്വദേശി മൊഹസിൻ ഫയാസ് നാജി. പ്രതിയെ പിടികൂടിയത് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിൽ നിന്നും.